2021 ഡിസംബർ 19 കേരളക്കര ഞെട്ടിയുണർന്നത് ഒരു ക്രൂരമായ കൊലപാതകത്തിന്റെ വാർത്ത കേട്ടുകൊണ്ടായിരുന്നു. ആലപ്പുഴയിൽ BJPയുടെ നേതാവായ രഞ്ജിത്ത് ശ്രീനിവാസനെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരന്മാർ അതിക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്ത. ആ സമയങ്ങളിലൊക്കെ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് പോപ്പുലർ ഫ്രണ്ട് ഭീതി പരത്തുന്ന നരനായാട്ട് നടത്തുന്ന ഒരു ഭീകര സംഘടനയായിരുന്നു. അന്ന് ആലപ്പുഴ ജില്ലയുടെ അമരക്കാരൻ MV ഗോപകുമാർ ആയിരുന്നു. സധൈര്യം പോപ്പുലർ ഫ്രണ്ടിനെ നേരിട്ട വ്യക്തി. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിൽ നടന്ന ഒരേ ഒരു പോപ്പുലർ ഫ്രണ്ടിനെതിരെ നടന്ന ബജരംഗ് ദൾ റാലി നടന്നതും ആലപ്പുഴയിലാണ്. പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിലൂടെ കടന്നുപോയ റാലി. ആ റാലി തടയുമെന്ന് പറഞ്ഞപ്പോഴും നെഞ്ചുപിരിച്ച് നിന്ന് ഗോപകുമാർ പറഞ്ഞത് ഈ റാലി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യുമെന്നാണ്. ഏതായാലും അത്തരത്തിൽ തന്നെ പോപ്പുലർ ഫ്രണ്ടിന് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് രാഷ്ട്രീയപരമായി നേരിട്ടുകൊണ്ട് മുൻപോട്ട് പോയി. രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലയാളികൾക്ക് വലിയ ശിക്ഷ വാങ്ങുവാൻ മുന്നിട്ട് നിന്നതും ഈ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു. അതായത് ചെങ്ങന്നൂർ മത്സരിക്കുന്ന MV ഗോപകുമാർ തന്നെയായിരുന്നു. അത് വലിയ രീതിയിൽ തന്നെ നമുക്കറിയാം. 2019, 2020, 2021 എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൽ തന്നെ വലിയ ഭീതി പരത്തി പോപ്പുലർ ഫ്രണ്ട് നിറഞ്ഞാടുന്ന ആലപ്പുഴയിലൊക്കെ പോപ്പുലർ ഫ്രണ്ടിന്റെ ശക്തി കേന്ദ്രങ്ങൾ ഉള്ള സമയത്ത് ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയെ നയിച്ചിരുന്നത് ഗോപകുമാറാണ്. പല സംഘർഷങ്ങൾക്കും അതിനെ നേരിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടി അണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിച്ചു. പാർട്ടി അണികൾക്ക് അപ്പുറത്തേക്കുള്ള ജനങ്ങളുടെ സ്വീകാര്യതയൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന ആലപ്പുഴ നടുക്കിയ കൊലപാതകം, ആ കൊലപാതകത്തിന്റെ ഓർമ്മകൾ ഇന്നും നമ്മൾ പേറുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ആ സമയങ്ങളിലൊക്കെ നാം ഓർത്തിരിക്കുന്ന ഒരു പേര് തന്നെയാണ് MV ഗോപകുമാർ. അന്ന് ഞാൻ മാധ്യമപ്രവർത്തകനായ ഒരു സമയമാണ്. എനിക്ക് നന്നായി അറിയാം. ആലപ്പുഴയിൽ ആ കൊലപാതകത്തിന്റെ വാർത്തകൾ ശേഖരിക്കാനായി ഈ ആശുപത്രിയിൽ അടക്കം പോയി അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കുന്നവരെ ആ വാർത്ത ലൈവായി തന്നെ ന്യൂസ് ഇന്ത്യ മലയാളം ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി പോയപ്പോഴൊക്കെ തന്നെ വളരെ സജീവമായി തന്നെ അതിൽ മുൻനിരയിൽ നിന്നിരുന്ന ഈ കേസ് നടത്താൻ ഈ പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത ഒരു നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആകണം ഒരുപക്ഷെ ചെങ്ങന്നൂര് ഈ പരിവാർ സംഘടനകളുടെ, അതായത് സംഘപരിവാർ സംഘടനകളുടെ എല്ലാ അണികൾ, വളരെ താഴെത്തട്ടിലുള്ള അണികൾ തൊട്ട് വളരെ മുതിർന്ന അണികൾ വരെ വളരെ സജീവമായി തന്നെ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാരണം പോപ്പുലർ ഫ്രണ്ടിനെ ആലപ്പുഴയിൽ നേരിട്ട് പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിന് വലിയ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു നേതാവാണ് MV ഗോപകുമാർ. അതുകൊണ്ട് തന്നെ സംഘപരിവാർ ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ചയാണ് ചെങ്ങന്നൂരിൽ നിന്നും കാണാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.